വെയിലായാലും മഴയായാലും ഈ പിന്നെ എപ്പോഴും മുറ്റത്ത് തന്നെ, എപ്പോഴും ചെടികളുടെ പുറകെ തന്നെ. ഇത് എപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യമാണ്. എന്നാലും എൻ്റെ പണികൾ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. മഴ തോർന്നാലും ഞാൻ ഉടനെ ചാടി ഓടി പോവും. ഒന്നാമത്തെ കാര്യം, നമ്മളല്ലാണ്ട് ഇവരെയൊക്കെ ആരാ ഇങ്ങനെ കെയർ ചെയ്ത് സ്നേഹിക്കണം അല്ലേ? ചെടികളെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും അതൊരു വലിയൊരു ഉത്തരവാദിത്തം തന്നെയാണ്. അപ്പോൾ എനിക്ക് 3 ചെടി റിപ്പോർട്ട് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മഴ തോരുന്നവരെ ഞാൻ കാത്തിരുന്നത്. എൻ്റെ ക്ലിനിക്ക് ഞാൻ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി. താൽക്കാലികമായിട്ട് എടുത്ത ഒരു ക്ലിനിക്കാണിത്. സാധാരണ ഞാൻ റിപ്പോർട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് എൻ്റെ തുണി നനയ്ക്കുന്ന കല്ലിൻ്റെ സൈഡിലൊക്കെയാണ്. അവിടെ ആരും ഇല്ല, വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കലുള്ളൂ. അപ്പോൾ ആ സൈഡിൽ നിന്ന് മാറ്റി ഇപ്പോഴത്തെ സൈഡിലേക്ക്, ലെഫ്റ്റ് സൈഡിലേക്ക് ക്ലിനിക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞാൻ കുറച്ച് മാതളങ്ങയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ആ ബക്കറ്റിലൊക്കെ കാണുന്നത്. ഒരു ബക്കറ്റോ ഒരു ചെറിയ പാത്രത്തിൻ്റെ കഷ്ണം പോലും ഞാൻ വിടില്ല, എല്ലാത്തിലും ചെടികൾ നട്ട് വെക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം കാണിച്ച ഈ ഒരു ഫ്ലോറസൻ ഗ്രീൻ കളർ പ്ലാന്റും പിന്നെ നമ്മുടെ സെങ്കോണിയം പോലെ ഇരിക്കുന്ന ഒരു, അതിൻ്റെയൊക്കെ പേരുകൾ നമുക്ക് വായിക്കൊള്ളാൻ പറ്റാത്തതായതുകൊണ്ട് ആ ചെടി ഈ ചെടി മറ്റേ ചെടി ഈ കളറ് ആ കളറ്, ഇതൊക്കെയാണ് എൻ്റെ മെയിനായിട്ടുള്ള വിളിപ്പേര്. ഞാനിപ്പോൾ ചെടികൾ സെറ്റ് ചെയ്യുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. ഒന്ന്, നല്ലപോലെ മുളച്ച് റൂട്ടൊക്കെ പിടിച്ചവർ, പിന്നെ കട്ടിങ് മാത്രമായിട്ട് പിടിപ്പിക്കുന്നവർ, പിന്നെ പുതിയ സ്റ്റോക്കായിട്ട് നമ്മൾ വെളിയിൽ നിന്ന് വരുത്തിയിട്ട് നമ്മുടെ മണ്ണിലേക്ക് മാറ്റി നട്ടവർ, അങ്ങനെ പല പല സെക്ഷനായിട്ടാണ് പ്ലാന്റ്സ് എപ്പോഴും വെക്കാറ്. അപ്പോൾ ഇവരൊക്കെ കവറിലിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഇനിയും റിപ്പോർട്ട് ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ കേടുവരും. നല്ല മഴയും കൂടെയാണ്. ഇടയ്ക്കുള്ള ഈ മഴയും വെയിലും കൂടെ വരുമ്പോൾ പെട്ടെന്ന് ചെടികളുടെ ആരോഗ്യത്തെ അത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് കൂടുതലും ചാണകപ്പൊടി, ലൂസായിട്ടുള്ള പൊടിഞ്ഞ ചാണകപ്പൊടി ഇട്ട് ഇതിനെയൊക്കെ റിപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. മിൽക്കി ബാമ്പുക്കെ ഞാൻ മുകളിലാണ് സാധാരണ സെറ്റ് ചെയ്യാറ്. ഇപ്പോൾ റൂട്ട് പിടിക്കുന്നവരെ, അതുപോലെ അത്യാവശ്യം ഇത്തിരി നല്ലൊരു ചട്ടിലൊക്കെ വെച്ചാലേ ബാൽക്കണിയിലോട്ട് കൊണ്ടുവെക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ പഴയ ചട്ടികളാണ് കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക് കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന സ്ഥലം. ഇവിടെയാണ് ഞാൻ അഗ്ലോണിമാസൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി ഇവിടെ നിന്നും ചേഞ്ച് ചെയ്യും കേട്ടോ. എനിക്കിവിടെ ഭംഗിക്കുറവ് തോന്നുമ്പോഴത്തേക്ക് ഇവിടെ നിന്നും പോക്കി മാറ്റി വേറെ സെക്ഷനിലോട്ട് മാറ്റാറുണ്ട്. അപ്പോൾ ഇഷ്ടമായ ഫൈനൽ ലുക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.